2 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് വിരാമം. 20 വർഷങ്ങൾക്ക് ശേഷം സൗദി ജയിലിൽ നിന്നും മോചിതനായി റഹീം കോഴിക്കോട്ടെ സ്വന്തം വീട്ടിലെത്തി. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റഹീം ജയിലിലാകുന്നത്. റഹീമിന്റെ മോചനത്തിനായി 34 കോടി രൂപയാണ് മലയാളികൾ സമാഹരിച്ചത്. ഫറൂഖിലെ റഹീമിന്റെ വീട്ടിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ജനസഞ്ചയം. 2006 ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയതാണ് റഹീം. പിന്നീട് ഇങ്ങോട്ട് നീണ്ട 20 വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഒടുവിൽ വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തി റഹീം. വീട്ടുവാതിക്കൽ മകനെ കണ്ട നിമിഷം ഉമ്മയുടെ കണ്ണുകളിൽ നിറഞ്ഞത് സന്തോഷ കണ്ണീർ. കാലമകറ്റിയെങ്കിലും സ്നേഹത്തെ വേർപെടുത്താനാകില്ലെന്ന ഹൃദയസ്പർശിയായ മുഹൂർത്തത്തിന് സാക്ഷിയായി നാട്ടുകാരും ബന്ധുക്കളും. എല്ലാവർക്കും നന്ദി അറിയിച്ച് നിറകണ്ണുകളോടെ പ്രതികരിച്ച് റഹീം. സഹായിച്ച എല്ലാ വ്യക്തികൾക്കും, പ്രാർത്ഥിച്ചവർക്കും, മാധ്യമങ്ങൾക്കും, കമ്മിറ്റി അംഗങ്ങൾക്കും, നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾക്കും, കോച്ച് അഷ്റഫ്, സിദ്ദീഖ്, റിയാദ് എംബസിയിലെ മലയാളിയായ സിദ്ദീഖും, യൂസുഫ്, അദ്ദേഹത്തിൻ്റെ മകൻ സവാദും, പിന്നെ റിയാദിലെ നിയമസഹായ കമ്മിറ്റികളും, നാട്ടിലെ നിയമസഹായ കമ്മിറ്റികളും, എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും, എല്ലാ ലോക മലയാളികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസിക്കുന്നു. 2006 നവംബറിലാണ് സൗദി ബാലന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതും റിയാദിലെ കോടതി വധശിക്ഷ വിധിച്ചതും. ലോക മലയാളികൾ ഒന്നടങ്കം കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപ ദിയാദനമായി നൽകിയതോടെയാണ് റഹീം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിനു പിന്നാലെ റിയാദിലെ ക്രിമിനൽ കോടതി റഹീമിന് പൊതുനിയമപ്രകാരം തടവ് ശിക്ഷ പൂർത്തിയാക്കണമെന്ന് വിധിച്ചു. ഈ തടവ് കാലാവധി പൂർത്തിയായതോടെയാണ് റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമായത്. റഹീം സഹായ സമിതി ആകെ 47 കോടിയോളം രൂപയാണ് സമാഹരിച്ചത്. ഇതിൽ 36 കോടിയോളം രൂപ ഇതുവരെ കേസ് നടത്തിപ്പിനായി റഹീം സഹായ സമിതിക്ക് ചിലവായിട്ടുമുണ്ട്. ജനം, കോഴിക്കോട്.